രാജ്യത്തെ ദേശീയപാതയോരത്തെ എല്ലാ മദ്യഷോപ്പുകളും അടച്ചുപൂട്ടണമെന്ന് സുപ്രീം കോടതി. ഏപ്രിൽ 1-നകം എല്ലാ സംസ്ഥാനങ്ങളും ഉത്തരവ് നടപ്പാക്കണമെന്ന് സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശം. ചീഫ് സെക്രട്ടറിമാർ ഉത്തരവ് നടപ്പാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സന്തോഷ് ചേരുന്നു ദില്ലിയിൽ നിന്ന്. സന്തോഷ്, ഏത് സാഹചര്യത്തിലാണ് സുപ്രീം കോടതി മനുശങ്കറാണ് ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ ചേരുന്നത്. മനു, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിരീക്ഷണം? നേരത്തെ വാക്കാൽ ഇങ്ങനെ ഒരു നിരീക്ഷണം സുപ്രീം കോടതി നടത്തിയിരുന്നതല്ലേ? തീർച്ചയായും നേരത്തെ ഈ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ് ഇതേ ഉത്തരവ് നേരത്തെ നടപ്പാക്കിയിരുന്നത്. അന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നത് ദേശീയ പാതയോരത്തെ അതോടൊപ്പം സംസ്ഥാന പാതയോരങ്ങളിലെയും മദ്യശാലകൾ പൂർണ്ണമായി അടച്ചുപൂട്ടണം. രാജ്യത്ത് വാഹനാപകടങ്ങളും മറ്റും വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മദ്യശാലകൾ പൂർണ്ണമായി അടച്ചുപൂട്ടണമെന്ന ഉത്തരവാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി നേരത്തെ പുറപ്പെടുവിച്ചിരുന്നത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഹരിയാന പഞ്ചാബ് തമിഴ്നാട് പോണ്ടിച്ചേരി സർക്കാരുകൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ വാദങ്ങൾ പൂർണ്ണമായി സുപ്രീം കോടതി തള്ളി. പകരം ഹൈക്കോടതി ഉത്തരവ് പൂർണ്ണമായി ഇപ്പോൾ സുപ്രീം കോടതി ശരിവച്ചിരിക്കുകയാണ്. ദേശീയ പാതയോരത്തെ മദ്യശാലകൾ അടച്ചുപൂട്ടണം എന്നാണ് ചീഫ് ജസ്റ്റിസ് DS ഠാക്കൂറിന്റെ ബെഞ്ച് വിധിച്ചിരിക്കുന്നത്. സംസ്ഥാന ദേശീയ പാതയോരങ്ങളിൽ 500 മീറ്ററിനുള്ളിൽ മദ്യശാലകളൊന്നും പാടില്ലെന്നും ഇത്തരം മദ്യശാലകൾ ഉള്ളത് ഏപ്രിൽ 1-നകം അടച്ചുപൂട്ടിയിരിക്കണം എന്ന കർശന ഉത്തരവാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ലൈസൻസ് നിലവിൽ ലഭിച്ചവയും ഏപ്രിൽ 1-നകം അടച്ചുപൂട്ടണം എന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ലൈസൻസ് കാലാവധി തീരുന്ന മുറയ്ക്ക് ഈ ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാന സർക്കാരുകൾ വീണ്ടും ഒരു ആവശ്യം സുപ്രീം കോടതിയിൽ വച്ചത് മുനിസിപ്പൽ പരിധിയിലൂടെ കടന്നു പോകുന്ന ഈ ദേശീയപാതകളുടെയും സംസ്ഥാന പാതകളുടെയും സമീപത്തെ മദ്യശാലകളെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതും സുപ്രീം കോടതി അംഗീകരിച്ചില്ല. മുനിസിപ്പൽ പരിധിയിൽ അടക്കം രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ദേശീയ സംസ്ഥാന പാതകളിൽ 500 മീറ്ററിനുള്ളിലുള്ള എല്ലാ മദ്യശാലകളും അടച്ചുപൂട്ടണം എന്നാണ് ചീഫ് ജസ്റ്റിസ് ഉത്തരവിട്ടിരിക്കുന്നത്. ദേശീയ പാതയോരത്ത് ഈ ചില ഹോട്ടലുകളും മറ്റും നൽകിയിരിക്കുന്ന മദ്യവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പരസ്യവും എടുത്തു മാറ്റണം എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരുകളുടേതാണ്. ഇതിനുശേഷം ഏപ്രിൽ 1-നകം ഈ രാജ്യത്തെ ദേശീയ സംസ്ഥാന പാതകൾക്ക് സമീപത്തുള്ള മദ്യശാലകൾ അടച്ചുപൂട്ടിയെന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയിൽ നൽകണം എന്നുകൂടിയാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ലിക്കർ ഷോപ്സ് ആർ നോട്ട് വിസിബിൾ, നോട്ട് അക്സസിബിൾ എന്ന് 2 വാക്കായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പ്രതിപാദിച്ചത്. അതിനാൽ വലിയ തിരിച്ചടിയാണ് മദ്യശാലകൾക്ക്, പ്രത്യേകിച്ച് ഈ ഹോട്ടലുകൾക്കടക്കം, സ്റ്റാർ ഹോട്ടലുകൾക്ക് അടക്കം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നിലവിൽ എന്തായാലും സംസ്ഥാനത്തിനകത്ത് കേരളത്തിൽ 1600ഓളം ദേശീയ പാതകളുടെയും 6000ഓളം വരുന്ന സംസ്ഥാന പാതകളുടെയും സമീപത്തെ മുഴുവൻ മദ്യശാലകളും അടച്ചുപൂട്ടണം ഏപ്രിൽ 1-നകം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. അരുൺ, മനു തുടരെ. ഇപ്പോൾ ഡോക്ടർ ബിജു രമേശ്, അദ്ദേഹം കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ ബിജു രമേശ്, സംസ്ഥാന ദേശീയ പാതയോരത്തെ എല്ലാ മദ്യ ഷോപ്പുകളും അടച്ചുപൂട്ടണമെന്ന കർശന നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. തികച്ചും സ്വാധാരണമാണ്. കാരണം നമ്മൾ കേരളം ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ മദ്യഷോപ്പുകളുടെ സമീപത്ത് തന്നെ മദ്യം ഉപയോഗിക്കുന്നതിനുള്ള കൗണ്ടറുകളും മദ്യശാലയായിട്ട് തന്നെ നടത്തുന്നത്. അവിടെ തന്നെ അതിൽ നിന്ന് കഴിക്കാനുള്ള സംവിധാനങ്ങളും ഭക്ഷണം ഉൾപ്പെടെയാണ് തമിഴ്നാട് അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത്. അപ്പൊ ഈ മിക്കവാറും സ്ഥലങ്ങളിൽ വാഹനങ്ങൾ നിർത്തി വണ്ടി ഓടിക്കുന്നവരുൾപ്പെടെ അവിടെയൊക്കെ മദ്യപിക്കുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ എത്ര സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്താലും എതിരെ വരുന്ന ആൾ അബോധാവസ്ഥയിൽ വാഹനം ഓടിച്ചു വന്നാൽ അവിടെ ആക്സിഡന്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സുപ്രീം കോടതിയുടെ തീരുമാനം വളരെ തികച്ചും സ്വാധാരണമാണ്. അതിന് പക്ഷേ 5 സ്റ്റാർ ഹോട്ടലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, ഹോട്ടലുകളുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ കേരളത്തിൽ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് എല്ലാ മദ്യശാലകളും എന്നാണ് അതിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. പക്ഷെ അത് പരിധിയിൽ നിന്ന് 5 സ്റ്റാർ ഹോട്ടലുകൾ ഒഴിവാക്കണമെന്നുള്ള ഒരു ഭാഗമാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മളെ ഹൈവേയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 3-4 5 സ്റ്റാർ ഹോട്ടൽ ട്രിവാൻഡ്രത്ത് തന്നെ വരുന്നുണ്ട്. ഈ എറണാകുളത്ത് മിക്കവാറും 5 സ്റ്റാർ ഹോട്ടലിൽ ഇരിക്കുന്നതെല്ലാം ദേശീയ പാതയിലാണ്. കേരളത്തെ സംബന്ധിച്ച് 2 പാതയേ ഉള്ളൂ, പ്രധാനപ്പെട്ട 2 ദേശീയ പാതയിൽ കണക്ട് ചെയ്തിരിക്കുന്ന മുൻഭാഗത്തായിട്ടാണ് ഈ ഹോട്ടലുകൾ പലതും സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഹോട്ടലുകൾ ഈ വരുന്ന വാഹനം ഓടിച്ചു വരുന്ന ഡ്രൈവേഴ്സാരും തന്നെ ഈ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി മദ്യവെച്ചിട്ട് വാഹനം എടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ വരാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് അതിനെ ഒരു ടൂറിസത്തിന്റെ പരിഗണന നിർത്തിക്കൊണ്ട് അതിനെ ഒഴിവാക്കണമെന്നുള്ളത്. ബാക്കിയുള്ള മദ്യശാലകളെന്ന് കോടതി ഉദ്ദേശിച്ചത് ഇവിടുത്തെ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ റെസ്റ്റോറന്റ് തന്നെ മദ്യശാലയായിട്ടാണ് ഉപയോഗിക്കുന്നത്.
അവിടെ ഇഷ്ടംപോലെ വാഹനങ്ങൾ നിർത്തി മദ്യപിക്കുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് മൊത്തത്തിൽ അത് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നവർ തന്നെ ദേശീയപാതയിൽ നിന്ന് മാറ്റേണ്ടത് ഉത്തമമാണെന്നുള്ള അതിന്റെ സിദ്ധാന്തത്തിൽ തന്നെയാണ് ഞങ്ങളുടെയൊക്കെ വ്യക്തിപരമായിട്ട് അഭിപ്രായം. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ 5 സ്റ്റാർ ഹോട്ടലുകൾ കൂടി അതിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തേണ്ടതല്ലേ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? 5 സ്റ്റാർ ഹോട്ടലുകൾ ട്രക്ക് ഓടിച്ചു വരുന്ന ആളോ വാഹനം ഓടിച്ചു വരുന്ന ഡ്രൈവറോ കയറി 5 സ്റ്റാർ ഹോട്ടലിൽ കയറി സാധാരണ മദ്യപിക്കാനുള്ള സാധ്യതകൾ ഇല്ല. അത് അതിന്റെ പ്രധാന അങ്ങനെ ഉണ്ടെങ്കിൽ അവർ വാഹനം തിരിച്ച് കുറച്ച് അപ്പുറത്തോട്ട് മാറിയിരുന്നാലും പോയി മദ്യപിച്ചിട്ട് പോകാമല്ലോ. പക്ഷെ ഇത് ഹൈവേയിൽ സാധാരണ കാണുന്നത് നമ്മുടെ തിരുവനന്തപുരം വിട്ട് കേരളം വിട്ട് കഴിഞ്ഞാൽ കാണുന്ന ഇഷ്ടം ചെറിയ നിരവധി ഷോപ്പുകളും ലിക്കർ ഷോപ്പുകളും അത് മദ്യശാലകളൊക്കെ പ്രവർത്തിക്കുന്നത്. അതാണ് കോടതി ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ജഡ്ജിമെന്റ് പൂർണ്ണവിവരം മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കാതെ അത് കൂടുതലായിട്ട് ഞാൻ പ്രതികരിക്കുന്നില്ല. നന്ദി വിജു രമേശ്. മനു ദില്ലിയിൽ നിന്ന്. മനു, ഈ ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായി എന്താണ് വരുന്നത്? ഇതിന്റെ പരിധിയിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? തീർച്ചയായും ഇതിൽ രാജ്യത്തെ ദേശീയ സംസ്ഥാന പാതയോരത്തെ എല്ലാ മദ്യഷോപ്പുകളും അടച്ചുപൂട്ടണമെന്ന സുപ്രീം കോടതി. ഏപ്രിൽ 1-നകം എല്ലാ സംസ്ഥാനങ്ങളും ഉത്തരവ് നടപ്പാക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശം. ചീഫ് സെക്രട്ടറിമാർ ഉത്തരവ് നടപ്പാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നും നിർദ്ദേശമുണ്ട്. ദേശീയ പാതയോരത്തെ എല്ലാ മദ്യഷോപ്പുകളും ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടും എന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പറയാൻ സാധിക്കുക. ഒരുപക്ഷെ മനു, 5 സ്റ്റാർ ഹോട്ടലുകൾ അടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുകൂടിയാണ് അറിയാൻ കഴിയുന്നത്. മനു, അങ്ങനെയാണോ? രാജ്യത്തിനകത്ത് ദേശീയപാതകൾക്കും സംസ്ഥാന പാതകൾക്കും സമീപം പാടില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ മദ്യശാലകൾ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഹോട്ടലുകളടക്കം മദ്യം വിൽക്കുന്നത് ഈ ദേശീയപാതയ്ക്കും സംസ്ഥാന പാതയ്ക്കും സമീപം 500 മീറ്ററിനുള്ളിൽ ആകരുത് എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ കൃത്യമായ വിശദാംശങ്ങൾ കൂടി വിധി പകർപ്പ് കൂടി ലഭ്യമാക്കിയ ശേഷമേ വ്യക്തമാകുകയുള്ളൂ. ഇപ്പോൾ കോടതിയിൽ നിന്നും മനസ്സിലാക്കുന്നത് ബിവറേജസ് ഔട്ട്ലെറ്റുകൾ അതുൾപ്പെടെ രാജ്യത്തെ സ്റ്റാർ ഹോട്ടലുകളിൽ ഉൾപ്പെടെ മദ്യം വിൽക്കുന്ന എല്ലാ ശാലകളും 500 മീറ്ററിനകത്ത് ഉണ്ടാകരുത് എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അറൈവ് സേവ് സൊസൈറ്റി എന്ന സന്നദ്ധ സംഘടനയാണ് പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതിയിൽ നേരത്തെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ സമർപ്പിച്ചതും ഇത് ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നത്. രാജ്യത്ത് വാഹനാപകടങ്ങൾ നിരന്തരം വർദ്ധിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദേശീയ സംസ്ഥാന പാതകൾക്ക് സമീപം ഇത്തരം മദ്യം സുലഭമായി ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ വർഷത്തിൽ 1.5 ലക്ഷത്തിൽ പരം ഈ വാഹനാപകടങ്ങളാണ് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കുന്നു, ഒരുപാട് ജീവൻ നഷ്ടപ്പെടുന്നു എന്നാണ് സന്നദ്ധ സംഘടനകൾ നേരത്തെ ഹൈക്കോടതിയിൽ ആവർത്തിച്ചിരുന്നത്. ഇത് തന്നെ സുപ്രീം കോടതിയിലും വ്യക്തമാക്കി. ഇത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ ബിവറേജസ് അതോടൊപ്പം ഈ ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ മദ്യം വിൽക്കുന്ന ശാലകൾ എല്ലാം തന്നെ അടച്ചുപൂട്ടണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി വിധി എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ കൃത്യമായ വിശദാംശങ്ങൾ വിധി പകർപ്പ് കൂടി ലഭ്യമായ ശേഷം നൽകാനാകും. അരുൺ. മനു, ഇക്കാര്യം ഓരോ സംസ്ഥാനത്തിനും അതാത് പ്രദേശത്തും കൃത്യമായ മദ്യനയം ഉണ്ട്. അതായത് സംസ്ഥാനത്തിന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് ഇത് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഐക്യകണ്ഠമായി ഇത്തരത്തിൽ നടപ്പാക്കണം എന്ന നിർദ്ദേശമാണോ ഈ വിധി പകർപ്പ് ലഭിക്കുമ്പോൾ പ്രാഥമികമായി ഘട്ടത്തിൽ ലഭിക്കുന്നത്? തീർച്ചയായും അതെ. നേരത്തെ ഈ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയെ സംബന്ധിച്ചുള്ള ഹർജി പരിഗണിക്കുന്ന വേളയിലും ഇത് ചോദ്യം ചെയ്തുകൊണ്ട് 5 സംസ്ഥാനങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. തമിഴ്നാട്, പോണ്ടിച്ചേരി, പഞ്ചാബ്, ഹരിയാന അടക്കമുള്ള 5 സംസ്ഥാനങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചതെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഉത്തരവ് നടപ്പാക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും ഈ മദ്യശാലകൾ സുലഭമായി ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ വാഹനാപകടങ്ങൾ നിരന്തരം വർദ്ധിക്കുന്നു. അതിനാൽ രാജ്യം വലിയ വിപത്തിലേക്ക് പോകുന്നു എന്നായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പരാമർശങ്ങൾ ഉണ്ടായത്. അതിനാൽ ഇത് അംഗീകരിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. അതിനാൽ തന്നെയാണ് സംസ്ഥാന സർക്കാരുകൾ പിന്നീട് ഒരു വാദം മുന്നോട്ട് വെച്ചത്. മുനിസിപ്പൽ പരിധിയിലൂടെ കടന്നു പോകുന്ന ദേശീയ സംസ്ഥാന പാതകളിൽ സമീപമുള്ള മദ്യശാലകളെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഇതും അംഗീകരിക്കാനാകില്ല എന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. അതിനാൽ മാഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ സംസ്ഥാന സർക്കാരുകൾ മറ്റൊരു കാര്യം ചൂണ്ടിക്കാട്ടിയത്
നടപ്പാക്കിയത് വിദേശ ടൂറിസവുമായി ബന്ധപ്പെട്ട് വിദേശികൾക്കും മറ്റും ഇത്തരം ഒരു ഉത്തരവുണ്ടായാൽ അത് സംസ്ഥാനത്തിന്റെ വരുമാനത്തെ, ടൂറിസം മേഖലയെ വലിയ പ്രതികൂലമായി ബാധിക്കും. അതിനാൽ ഇത് വീണ്ടും സുപ്രീം കോടതി ഒന്ന് ചിന്തിച്ച് പരിശോധിക്കേണ്ടതാണ് എന്ന് വാദം മുന്നോട്ട് വച്ചു. പക്ഷേ അതിനും വലുതാണ് രാജ്യത്തിനകത്തെ ജനങ്ങളുടെ ജീവൻ എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഇത് അംഗീകരിക്കാനാകില്ലെന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. അതിനാൽ ഇപ്പോഴത്തെ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കുന്നത് രാജ്യത്തിനകത്തെ മുഴുവൻ ദേശീയ സംസ്ഥാന പാതകൾക്ക് സമീപമുള്ള 500 മീറ്ററിനകത്തുള്ള മദ്യം ലഭിക്കുന്ന എല്ലാ ശാലകളും അടച്ചുപൂട്ടണമെന്ന് തന്നെയാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ലൈസൻസ് ലഭിച്ചവയും ലൈസൻസ് കാലാവധി തീരുന്നവയും എല്ലാ ശാലകളും ഏപ്രിൽ 1 അതായത് മാർച്ച് 31 പ്രവർത്തനം പൂർണ്ണമായി നിർത്തിയിരിക്കണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അരുൺ, ഇക്കാര്യത്തിൽ തുടർ നിയമ സാധ്യതകൾ കൂടി പരിശോധിക്കപ്പെടുന്നുണ്ട്. കാരണം ഈ ടൂറിസം മേഖലയുടെ സാധ്യതയും ഒക്കെ കണക്കിലെടുത്ത് പലരും തടസ്സ ഹർജികൾ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അക്കാര്യത്തിലുള്ള തുടർ നടപടികൾ എങ്ങനെയാവും മനു? തീർച്ചയായും നേരത്തെ ഈ ഹൈക്കോടതി ഇത് സംബന്ധിച്ചൊരു ഉത്തരവ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ ചില സംസ്ഥാനങ്ങൾ, അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹം കൂടി നിലവിൽ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, എങ്ങനെയാണ് താങ്കൾ സുപ്രീം കോടതിയുടെ ഈ തീരുമാനത്തെ കാണുന്നത്? സുപ്രീം കോടതിയുടെ സമീപകാലത്തുള്ള പല വിധികളും അത് നിയമത്തിന്റെ മാത്രമല്ല സാമാന്യ യുക്തിയുടെ തന്നെ അതിര് കടക്കുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഈ വിധിയും നിർഭാഗ്യവശാൽ അങ്ങനെ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ഈ രാജ്യത്തെ ലെജിസ്ലേച്ചറോ എക്സിക്യൂട്ടീവോ ആണ്. സുപ്രീം കോടതിക്കോ അല്ലെങ്കിൽ ഹൈക്കോടതികൾക്കൊന്നും ഈ രീതിയിലുള്ള യാതൊരു അധികാരങ്ങളും നമ്മുടെ ഭരണഘടന നൽകിയിട്ടില്ല. ഭരണഘടനയിൽ അധികാരങ്ങൾ വിനിയോഗിക്കാനല്ല, ഇല്ലാത്ത അധികാരങ്ങൾ വിനിയോഗിക്കാനാണ് നമ്മുടെ കോടതികൾ കുറച്ചധികം കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സമീപകാലത്തായിട്ട് ആ പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. ഇത് ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ മദ്യ നയങ്ങളുണ്ട്. അവിടുത്തെ വിവേചന അധികാരം അനുസരിച്ച് അവർ നയരൂപീകരണങ്ങളൊക്കെ നടത്താറുണ്ട്. അക്കാര്യത്തിലുള്ളൊരു പ്രത്യക്ഷമായ ഇടപെടൽ കൂടിയാണ്. ഇത് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഒക്കെ ഉണ്ടാക്കും. അതൊക്കെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഈ ഘട്ടത്തിൽ? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. മദ്യനയം രൂപീകരിക്കാനുള്ളത് എക്സിക്യൂട്ടീവിന്റെ അധികാരമാണ്. അവർക്ക് നിയമസഭയിൽ ഭൂരിപക്ഷമുള്ളിടത്തോളം കാലം അത് അംഗീകരിക്കാൻ ചെയ്യണം. ഇപ്പൊ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായ വിപ്ലവകരമായ മദ്യനയം നമുക്കറിയാമല്ലോ. അതിന്റെ പുറകെ എന്തൊക്കെ സാമ്പത്തിക താല്പര്യങ്ങളാണ്, രാഷ്ട്രീയ താല്പര്യങ്ങളാണ്, വ്യക്തി താല്പര്യങ്ങളാണ് ഉണ്ടായിരുന്നതെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ സർക്കാർ ഒരു നയം രൂപീകരിച്ചാൽ അത് പിന്നെ പിന്തുടരുകയേ മാർഗമുള്ളൂ. അതിനാണ് സർക്കാരിനെ നമ്മൾ ഒരു സ്ഥാനത്ത് ഇരുത്തിയിട്ടുള്ളത്. ഉമ്മൻചാണ്ടി ആണെങ്കിലും പിണറായി വിജയനാണെങ്കിലും മറ്റാരെയാണെങ്കിലും ഒരു സ്ഥാനത്ത് നമ്മൾ ഇരുത്തിയിട്ടുള്ള അവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനാണ്. നമ്മൾ 5 കൊല്ലത്തേക്ക് അവർക്ക് മാൻഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് വേണ്ടിയാണ് അവർ ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് ജഡ്ജിമാർ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ വെച്ച് അല്ലെങ്കിൽ അവരുടെ വിംസ് ആൻഡ് ഫാൻസീസ് ഉപയോഗിച്ചിട്ട് അതിൽ മാറ്റം വരുത്തുകയും ഈ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുകയും ചെയ്യുന്നതിൽ യാതൊരു ന്യായീകരണവും ഇല്ല, ഒരു നീതീകരണവും ഇല്ല. ഇക്കാര്യത്തിൽ ബിജു രമേശിന്റെ അഭിപ്രായം നേരത്തെ തേടിയിരുന്നു. അദ്ദേഹം പറഞ്ഞു തീരുമാനം വളരെ നല്ലതാണ്, സ്വാഗതാർഹമാണ് എന്ന്. എന്നാൽ ഈ പരിധിയിൽ 5 സ്റ്റാർ ഹോട്ടലുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അക്കാര്യത്തിൽ അദ്ദേഹം വിയോജിപ്പ് രേഖപ്പെടുത്തി. അതായത് 5 സ്റ്റാർ ഹോട്ടലുകൾ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഇനി തടസ്സ ഹർജി ഉന്നയിക്കും, ടൂറിസം മേഖലയെ ബാധിക്കും. പറഞ്ഞതുപോലെ തന്നെ ഇരട്ട നീതി എന്ന പ്രശ്നം വീണ്ടും ഇവിടെ ഉന്നയിക്കുകയാണ്. കാരണം ട്രക്ക് ഡ്രൈവർമാർ അടക്കമുള്ളവർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു, അവിടെ പ്രശ്നമുണ്ടാകുന്നു. എന്നാൽ ഇതേ പാതയോരത്തെ 5 സ്റ്റാർ ഹോട്ടലുകൾ അവിടെ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇത്തരത്തിൽ ഇരട്ട നീതിയുടെ കാര്യമൊക്കെ വീണ്ടും സജീവമായി ചർച്ചയാവുകയാണ്. അല്ല, ഇതില് തീർച്ചയായിട്ടും ഒരു നയം രൂപീകരിക്കേണ്ടത് സർക്കാരാണ്. അതില് ഏതൊക്കെ തരത്തിലുള്ള ആളുകൾക്ക് ഇളവ് കൊടുക്കണമെന്ന കാര്യവും സർക്കാർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ പാതയോരത്ത് ബാറുകൾ നടത്തുന്നത് കൊണ്ട് ജനങ്ങൾ കൂടുതൽ മദ്യപിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക്, അങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് ജഡ്ജിമാരെ എടുത്തു ചാടുന്നത് ശരിയല്ല. തീർച്ചയായും വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. മനു, ഇവിടെ ഇതിന്റെ നിയമസാധുതകളും സാധ്യതയും ഒക്കെ ഇനി ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അക്കാര്യത്തിൽ എന്ത് വിവരങ്ങളാണ് നിലവിൽ ദില്ലിയിൽ നിന്ന് ലഭിക്കുന്നത്? തീർച്ചയായും ഇനി ഇത് ഒരു പുനഃപരിശോധന ഹർജിയും മറ്റുമായി വീണ്ടും സംസ്ഥാന സർക്കാരുകൾ കോടതിയെ സമീപിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. ഇന്ന് കോടതിയിൽ പ്രധാനമായും വാദമുന്നയിച്ചത് ഈ ദേശീയ സംസ്ഥാന പാതയ്ക്ക് സമീപമുള്ള ഈ മദ്യശാലകൾ പൂർണ്ണമായി അടച്ചുപൂട്ടണമെന്ന വിധിയിൽ മുനിസിപ്പൽ പരിധിയിലൂടെ കടന്നു പോകുന്ന ദേശീയ സംസ്ഥാന പാതകളെ ഒഴിവാക്കണമെന്നത് കേന്ദ്രീകരിച്ചാണ് സംസ്ഥാന സർക്കാരുകൾ വാദം ഉന്നയിച്ചത്. അതിനാൽ ഇനി ഒരു പുനഃപരിശോധന ഹർജിയിൽ ടൂറിസം അടക്കമുള്ള മേഖലയുടെ സാധ്യതകൾ മുൻനിർത്തി വീണ്ടും ഒരു ഹർജി നൽകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഈ ഹൈക്കോടതി മുന്നോട്ട് വെച്ച ഉത്തരവ് അതേപടി സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നതിനാൽ ഇനി ഇതിലൊരു പുനർവിചിന്തനത്തിന് സാധ്യത വളരെ വിരളമെന്നാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത്. അതിനാൽ തന്നെ ഏപ്രിൽ 1 രാജ്യത്തിനകത്തെ മുഴുവൻ ദേശീയ സംസ്ഥാന പാതകളിൽ 500 മീറ്ററിനകത്ത് ഒരു മദ്യശാലയും പാടില്ല എന്നാണ് ഉത്തരവ് വ്യക്തമാക്കുന്നത്. ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കുന്നതും ഹോട്ടലുകൾ ഫാദർ പോൾ തേലക്കാട് അദ്ദേഹം കൂടി നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഫാദർ പോൾ തേലക്കാട്, എങ്ങനെയാണ് സുപ്രീം കോടതിയുടെ ഈ തീരുമാനത്തെ നിങ്ങൾ കാണുന്നത്?
തീർച്ചയായിട്ടും ഇത് സ്വാഗതാർഹമാണ്. കാരണം നമ്മുടെ നാട്ടിലും പല സ്ഥലത്തും ധാരാളം റോഡപകടങ്ങൾ ഉണ്ടാകുന്നത് മദ്യവുമായി ബന്ധപ്പെട്ടുള്ള റോഡപകടങ്ങളാണ്. അതിൽ ധാരാളം ചെറുപ്പക്കാർ മരിച്ചു പോകുന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ മദ്യത്തിന്റെ കാര്യത്തിൽ ഓർക്കുമ്പോൾ നമ്മുടെ ഡ്രൈവിംഗിലും പാതയോരങ്ങളിലും ഒക്കെ അപകടങ്ങൾ ഉണ്ടാക്കുന്ന മദ്യശാലകൾ തന്നെ കാരണമാകുമെന്ന തിരിച്ചറിവ് കോടതിക്ക് ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഒരു വിധി ഉണ്ടാകുന്നതിൽ നമ്മൾ ആരും അതിനെതിരായി പോകേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും അങ്ങനെ സ്വാഗതാർഹമായ ഒരു വിധിയായിട്ട് ഞാൻ കാണുന്നത്. ഏത് മദ്യശാലകൾ പൂട്ടുന്നതും സ്വാഗതാർഹമാണ്. പക്ഷേ ഇവിടെ സുപ്രീം കോടതിയുടെ തീരുമാനത്തെ നിയമപരമായി ചിലർ സാങ്കേതിക തടസ്സവാദങ്ങൾ ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഒരു ജുഡീഷ്യൽ സുപ്രീമസിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന്. കാരണം അതാത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ വിവേചന അധികാരമുണ്ട്. മദ്യനയത്തിൽ നയരൂപീകരണത്തിലൊക്കെ തീരുമാനം എടുക്കാൻ സംസ്ഥാന സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് എന്ന്. കാരണം രാജ്യത്തുടനീളമാണല്ലോ ഇത് നടപ്പാക്കുന്നത്. അതുകൂടി എങ്ങനെയാണ് താങ്കൾ പരിഗണിക്കുക? തീർച്ചയായിട്ടും സംസ്ഥാനങ്ങൾക്ക് വിവേചനാധികാരമുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, അപകടങ്ങൾക്കും മദ്യവുമായി ബന്ധപ്പെട്ട് റോഡപകടങ്ങൾക്കൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല എന്നുള്ള ഒരു പൊതു ധാരണ എല്ലാവർക്കും ഉണ്ട്. ആ തിരിച്ചറിവാണ് സുപ്രീം കോടതി ഉണ്ടായിട്ടുള്ളത്. മദ്യവും റോഡപകടങ്ങളും തമ്മിലുള്ള ബന്ധം ഗൗരവമാണെന്ന് തിരിച്ചറിവുണ്ട്. അത് സംസ്ഥാനങ്ങളുടെ വിവേചനത്തിന്റെ ഉള്ളിൽ വരുന്നതാണെങ്കിലും സംസ്ഥാനങ്ങൾ. ഫാദർ പോൾ തേലക്കാട് അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ടായിരുന്നു. ഫോൺ കട്ടായി എന്നാണ് തോന്നുന്നത്. എന്തായാലും രാജ്യത്തെ ദേശീയ സംസ്ഥാന പാതയോരത്തെ എല്ലാ മദ്യഷോപ്പുകളും അടച്ചുപൂട്ടണമെന്നാണ് സുപ്രീം കോടതിയുടെ വിധി. ഏപ്രിൽ 1 എല്ലാ സംസ്ഥാനങ്ങളും ഉത്തരവ് നടപ്പാക്കണം. സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശം ഇക്കാര്യത്തിൽ. ചീഫ് സെക്രട്ടറിമാർ ഉത്തരവ് നടപ്പാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശം.